ഡബ് സ്മാഷ് അറിയോ എന്നാന്ന്? അതായത് സിനിമയുടെ രംഗങ്ങൾ നമ്മൾ കാണിക്കും, അതനുസരിച്ച് നിങ്ങൾ അങ്ങ് അഭിനയിക്കുക, വോയിസ് അവിടെ ഉണ്ടാവും. നമുക്ക് അതങ്ങ് ചെയ്യാം. അപ്പൊ ഞാൻ താല്പര്യമുള്ള 3 പേര് വന്നോ, 3 പേര്. ശരി, നിങ്ങൾക്ക് സപ്പോർട്ടിന് വേണ്ടി 2 പേരെയും കൂടെ ഞാൻ തരാം. നിങ്ങൾ വിചാരിക്കും ഞാനായിരിക്കും. അല്ല, ഞാനല്ല, അഖിലും സൂരജും. അഖിൽ സൂരജ് പ്ലീസ്. നമുക്ക് സിനിമയുടെ സീനുകൾ നോക്കിയിട്ട് അതിനനുസരിച്ച് ഓരോരുത്തർക്ക് കാസ്റ്റ് ചെയ്യാം അല്ലേ? ഇപ്പൊ ഏതൊരാളൊന്നും അവന് ചെയ്യണമെന്ന് പറയും. ഒരു ചെറിയ സീൻ ആയിക്കോട്ടെ. നമുക്കപ്പൊ ആദ്യത്തെ സിനിമ രംഗം ഏതാന്നുള്ളത് നോക്കാം. എങ്ങോട്ട് പോകുന്നു? എങ്ങോട്ടും പോകുന്നില്ല, ഇങ്ങോട്ട് തന്നെ വന്ന്. എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? അപ്പോഴെന്നെ കാണാൻ. എന്തിനാ എന്നെ കാണുന്നത്? അതപ്പോഴെന്നെ അറിയത്തില്ലേ? എന്നിട്ടാണോ സുമതി കുഞ്ഞമ്മയുടെ മോൻ അശോക മേനവനുമായിട്ട് നിനക്കൊരു ഇത്? കബഡി മത്സരത്തിൽ അവൻ എങ്ങനെയോ ജയിച്ചെന്ന് കണ്ടപ്പോ നീ ഇവിടെ കിടന്ന് ഉറഞ്ഞു തുള്ളുന്നുണ്ടല്ലോ. ജയിക്കുന്നവരാരായാലും ഒരു അഭിനന്ദിക്കുന്നതിൽ എന്താ തെറ്റ്? അന്യനൊന്നും അല്ലല്ലോ, അതും എന്റെ അമ്മായിയുടെ മോൻ തന്നെയല്ലേ. അത്രയ്ക്കും ഇഷ്ടമാണെങ്കിൽ നിനക്ക് അവനെ തന്നെ കെട്ടിയാ പോരെ? ഇഷ്ടമുള്ളവരൊക്കെ എല്ലാരും കെട്ടല്ലേ? നിങ്ങൾ നേരെ നോക്കിയാ കീരിയും പമ്പും പോലാണല്ലോ. നീ എന്തിനാണ് വേണ്ടി അവനെ ദേഷ്യം പിടിപ്പിക്കുന്നേ? തോക്കുമ്പോഴും ദേഷ്യപ്പെടുമ്പോഴും അപ്പൂട്ടന്റെ മുഖം കാണാൻ നല്ല ചേല അമ്മായി. അശോകന്റെ തോറ്റ മോത്തിന്റെ ശൈലി നീ കണ്ടിട്ടുണ്ടോ? അതിന് അപ്പൂട്ടന്റെ അവസരം തരുന്നില്ലല്ലോ. എന്നാ കാവിലെ പാട്ട് മത്സരത്തിന് നീ വാ, അവന്റെ തോറ്റ മോന്തയുടെ ക്ലോസപ്പ് കാണാം. ചുമ്മാ തങ്ങിയെന്ന് തോറ്റാ പോരെ, അതിന് ഈ വീരവാദം വേണോ? ഓ, ഗംഭീര ക്യാമിയോ ഉണ്ട്. അമ്മായി. ശരി, അപ്പൊ ഇതിൽ ആരൊക്കെയാണ് അഭിനയിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ജഗതി ചേട്ടൻ. ശരി, പാർവതി. ഓൾ ദി ബെസ്റ്റ്. എങ്ങോട്ട് പോകുന്നു? എങ്ങോട്ടും പോകുന്നില്ല, ഇങ്ങോട്ട് തന്നെ വന്ന്. എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? അപ്പോഴെന്നെ കാണാൻ. എന്തിനാ എന്നെ കാണുന്നത്? അതപ്പോഴെന്നെ അറിയത്തില്ലേ? എന്നിട്ടാണോ സുമതി കുഞ്ഞമ്മയുടെ മോൻ അശോക മേനവനുമായിട്ട് നിനക്കൊരു ഇത്? കബഡി മത്സരത്തിൽ അവൻ എങ്ങനെയോ ജയിച്ചെന്ന് കണ്ടപ്പോ നീ ഇവിടെ കിടന്ന് ഉറഞ്ഞു തുള്ളുന്നുണ്ടല്ലോ. ജയിക്കുന്നവരാരായാലും ഒരു അഭിനന്ദിക്കുന്നതിൽ എന്താ തെറ്റ്? അന്യനൊന്നും അല്ലല്ലോ, അതും എന്റെ അമ്മായിയുടെ മോൻ തന്നെയല്ലേ. അത്രയ്ക്കും ഇഷ്ടമാണെങ്കിൽ നിനക്ക് അവനെ തന്നെ കെട്ടിയാ പോരെ? ഇഷ്ടമുള്ളവരൊക്കെ എല്ലാരും കെട്ടല്ലേ? നിങ്ങൾ നേരെ നോക്കിയാ കീരിയും പമ്പും പോലാണല്ലോ. നീ എന്തിനാണ് വേണ്ടി അവനെ ദേഷ്യം പിടിപ്പിക്കുന്നേ? തോക്കുമ്പോഴും ദേഷ്യപ്പെടുമ്പോഴും അപ്പൂട്ടന്റെ മുഖം കാണാൻ നല്ല ചേല അമ്മായി. അശോകന്റെ തോറ്റ മോത്തിന്റെ ശൈലി നീ കണ്ടിട്ടുണ്ടോ? അതിന് അപ്പൂട്ടന്റെ അവസരം തരുന്നില്ലല്ലോ. എന്നാ കാവിലെ പാട്ട് മത്സരത്തിന് നീ വാ, അവന്റെ തോറ്റ മോന്തയുടെ ക്ലോസപ്പ് കാണാം. ചുമ്മാ തങ്ങിയെന്ന് തോറ്റാ പോരെ, അതിന് ഈ വീരവാദം വേണോ? നീ എന്താ ഇങ്ങനെ പോയത്? അതിലിങ്ങനെ കയ്യിലുണ്ടായിരുന്നല്ലോ. ആണോ? അല്ലല്ലേ, കറക്റ്റ് അമ്മായി പറഞ്ഞപ്പോ ഇച്ചിരി പ്രായം കൂടി പോയപ്പോ. അമ്മായി പാർവതി പാർവതി സൂപ്പർ സൂപ്പർ. ശരി, എങ്കിൽ നമുക്ക് അടുത്ത സീൻ നോക്കാം. അങ്കമാലിയിലെ അമ്മാവൻ ആരാന്ന് പറഞ്ഞു? പ്രധാനമന്ത്രി. അപ്പൊ ഈ കഴുത പറയാ എന്റെ അമ്മാവന്റെ വകയല്ല ഈ ഹോട്ടലിന്. അപ്പൊ ഞാൻ ചോദിച്ചു നിന്റെ അമ്മാവന്റെ വകയാണോ ഈ ഹോട്ടലിന്? അപ്പൊ അവൻ എന്നെ എടീന്ന് വിളിച്ചു, ഞാൻ അവനെ പട്ടിന്ന് വിളിച്ചു. അപ്പൊ ഒരുത്തൻ എന്നെ അടിക്കാൻ വന്നപ്പോ ഞാൻ എന്റെ കൊടയെടുത്ത് അവന്റെ വയറ്റത്ത് ഒറ്റ കുത്തി. എന്റെ കൊടയെ പിടിച്ച് വലിച്ചപ്പോ ദാ അവിടെ ഇരിക്കുന്ന ഫോട്ടോ എടുത്ത് ഞാൻ തറയിൽ എറിഞ്ഞു പൊട്ടിച്ചു. പിന്നെ ഒരുത്തൻ എന്നെ പിടിക്കാൻ വന്നപ്പോ ഞാൻ ഫോൺ എടുത്ത് അവന്റെ തലയിൽ ഒറ്റ അടി വെച്ചു. എന്നിട്ട് ഒരുത്തൻ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു അവന്റെയാണ് ഈ ഹോട്ടലിന്. അപ്പൊ ഞാൻ അവന്റെ അപ്പൂപ്പനെയും അമ്മുവിനെയും ഒക്കെ ചീത്ത പറഞ്ഞു. അവൻ പോലീസിനെ വിളിക്കുന്നു പറഞ്ഞപ്പോ ദാ അവിടെ ഇരിക്കുന്ന പൂച്ചട്ടി എടുത്ത് അവന്റെ തലയിൽ ഒറ്റ അടി വെച്ചു കൊടുത്തു. അവനെ ആസ്പത്രി കൊണ്ടുപോയി. ഞാൻ വേറെ ഒന്നും ചെയ്തില്ല, ഇത്രേ ചെയ്തുള്ളൂ. അതിനാണ് ഇവന്മാർ ഇങ്ങനെ ബഹളം വെക്കുന്നത്. വട്ടാണല്ലേ. എന്നോട് ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കണു, അതെന്താ? ഓ, ഇത് ഭയങ്കര പ്രയാസമുള്ള ഒരു സംഭവമാണ്. അതുകൊണ്ട് അഖില തന്നെ ചെയ്യും. 2 ഡയലോഗുള്ളൂ. ഇവിടെ ആരാ ചെയ്യാൻ പോകുന്നത്? ക്യാരക്ടർ അപ്പൊ തന്നെ വന്നു. വൈഷ്ണവിയാണോ ചെയ്യുന്നേ? ഓൾ റൈറ്റ്. അപ്പൊ വൈഷ്ണവി നമ്മൾ മറ്റേ പിന്നെ ഹോട്ടലിലെ ആൾക്കാർ ക്യാരക്ടർ ആയിക്കോളൂ. കമോൺ, ലെറ്റ്സ് ഡു ഇറ്റ്. സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ. അങ്കമാലിയിലെ അമ്മാവൻ ആരാന്ന് പറഞ്ഞു? പ്രധാനമന്ത്രി. അപ്പൊ ഈ കഴുത പറയാ എന്റെ അമ്മാവന്റെ വകയല്ല ഈ ഹോട്ടലിന്. അപ്പൊ ഞാൻ ചോദിച്ചു നിന്റെ അമ്മാവന്റെ വകയാണോ ഈ ഹോട്ടലിന്? അപ്പൊ അവൻ എന്നെ എടീന്ന് വിളിച്ചു, ഞാൻ അവനെ പട്ടിന്ന് വിളിച്ചു. അപ്പൊ ഒരുത്തൻ എന്നെ അടിക്കാൻ വന്നപ്പോ ഞാൻ എന്റെ കൊടയെടുത്ത് അവന്റെ വയറ്റത്ത് ഒറ്റ കുത്തി. എന്റെ കൊടയെ പിടിച്ച് വലിച്ചപ്പോ ദാ അവിടെ ഇരിക്കുന്ന ഫോട്ടോ എടുത്ത് ഞാൻ തറയിൽ എറിഞ്ഞു പൊട്ടിച്ചു. പിന്നെ ഒരുത്തൻ എന്നെ പിടിക്കാൻ വന്നപ്പോ ഞാൻ ഫോൺ എടുത്ത് അവന്റെ തലയിൽ ഒറ്റ അടി വെച്ചു.
എന്നിട്ട് ഒരുത്തൻ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു അവന്റെയാണ് ഈ ഹോട്ടലിൽ നിന്ന്. അപ്പൊ ഞാൻ അവന്റെ അപ്പൂപ്പനെയും അമ്മുവിനെയും ഒക്കെ ചീത്ത പറഞ്ഞു. അവൻ പോലീസിനെ വിളിക്കുന്നു പറഞ്ഞപ്പോ ദാ അവിടെ ഇരിക്കുന്ന പൂച്ചട്ടി എടുത്ത് അവന്റെ തലയിൽ ഒറ്റ അടി വെച്ചു കൊടുത്തു. അവനെ ആസ്പത്രി കൊണ്ടുപോയി. ഞാൻ വേറെ ഒന്നും ചെയ്തില്ല, ഇത്രേ ചെയ്തുള്ളൂ. അതിനാണ് ഇവന്മാർ ഇങ്ങനെ ബഹളം വെക്കുന്നത്. വട്ടാണല്ലേ? ഓ എന്നോട് ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കണു, അതെന്താ? അക്കിയുടെ ആയിരുന്നു ഏറ്റവും കിടിലം പെർഫോമൻസ്. അതായത് അത് കിട്ടാൻ വേണ്ടി അവനിങ്ങനെ പക്ഷെ ഡയലോഗ് വരണില്ല. കിടിലായിരുന്നു. വൈഷ്ണവി ഗംഭീരമായിരുന്നു. വൈഷ്ണവിയുടെ ഒരു നാക്ക് നമുക്ക് സിനിമയിലും സീരിയലൊക്കെ ഉപയോഗിക്കാന്നാണ്. ഇപ്പൊ ഡബ് ചെയ്യുവാണെങ്കിൽ, അതായത് ഡയലോഗ് പെട്ടെന്ന് കിട്ടിയില്ലെങ്കിലും ഗംഭീരമായിരുന്നു. ആ നേക്ക് ഞങ്ങൾ എല്ലാരും ഉപയോഗിക്കാറുള്ളവരാണ്. മറ്റേ 1 2 3 4 5 പറയുന്ന സാധനം. അപ്പൊ പിന്നെ സെറ്റ്. ഇനി നെക്സ്റ്റ് കമോൺ ലാസ്റ്റ് വൺ. ഏതാ സീൻ എന്നുള്ളത് നമുക്ക് നോക്കാം. ഏയ് എന്താ ആലോചിക്കുന്നത്? നിന്റെ അമ്മൂമ്മയ്ക്ക് നല്ലൊരു നായരെ കിട്ടുമെന്ന് ആലോചിക്കായിരുന്നു. എന്നിട്ട് കിട്ടിയോ? ഭഗവാനെ, ആ വഴി പോയി കിടന്നാ മതിയായിരുന്നു. അയ്യോ കാട്ടാനാ. ചവിട്ടിക്കൊന്ന് അതോടെ അങ്ങ് തീരുമല്ലോ. എന്റെ സമയം വെച്ച് നോക്കുമ്പോ ഒരാഴ്ച കിടന്നാ കൂടെ കാട്ടാന പോയിട്ട് ഒരു കുഴിയാന കൂടെ വരൂല. വിശന്നിട്ടാണെങ്കിൽ മനുഷ്യന് കണ്ണും കണ്ടൂടാ. കാലത്ത് കവലേന്ന് വല്ലതും വാങ്ങിച്ചോണ്ട് വന്നാ ഞാൻ വെച്ചുണ്ടാക്കി തരാം. പക്ഷേ ഒരു കാര്യമുണ്ട്, നേക്ക് മുദ്ദുകവും. എന്താ മുദ്ദുകവും? ഇതേ വല്ലതും പറയാണ്ടേ നേരെ ചൊവ്വേ പറയണം. കൊറേ നേരമായിട്ട് ഞാൻ കേൾക്കുക. കളിയാക്ക നീ. അടിപൊളി. ഇത് അഖിൽ ഇല്ല അല്ല അഖിൽ, നിനക്ക് ഇപ്പൊ എന്താ ഏറ്റവും ജാസ്തി വേണ്ടത് ഒരു മുദ്ദുകവാണ്. ശരി, അപ്പൊ അഖിൽ സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ. എന്താ ആലോചിക്കുന്നത്? നിന്റെ അമ്മൂമ്മയ്ക്ക് നല്ലൊരു നായരെ കിട്ടുമെന്ന് ആലോചിക്കുക. എന്നിട്ട് കിട്ടിയോ? ഭഗവാനെ, ആ വഴി പോയി കിടന്നാ മതിയായിരുന്നു. അയ്യോ കാട്ടാനാ. ചവിട്ടിക്കൊന്ന് അതോടെ അങ്ങ് തീരുമല്ലോ. എന്റെ സമയം വെച്ച് നോക്കുമ്പോ ഒരാഴ്ച കിടന്നാ കൂടെ കാട്ടാന പോയിട്ട് ഒരു കുഴിയാന കൂടെ വരൂല. വിശന്നിട്ടാണെങ്കിൽ മനുഷ്യന് കണ്ണും കണ്ടൂടാ. കാലത്ത് കവലേന്ന് വല്ലതും വാങ്ങിച്ചോണ്ട് വന്നാ ഞാൻ വെച്ചുണ്ടാക്കി തരാം. പക്ഷേ ഒരു കാര്യമുണ്ട്, നേക്ക് മുദ്ദുകവും. എന്താ മുദ്ദുകവും? ഇതേ വല്ലതും പറയാണ്ടേ നേരെ ചൊവ്വേ പറയണം. കൊറേ നേരമായിട്ട് ഞാൻ കേൾക്കുക. കളിയാക്ക നീ. അവിടെ ഒരു മുദ്ദുകവും. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് കേട്ടാ. അശ്വിനി ഗംഭീരമായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അഖിൽ സൂപ്പർ ആയിരുന്നു. താങ്ക് യു. നല്ലായിരുന്നു. അല്ല പക്ഷേ സത്യം പറഞ്ഞ ബോയ്സ് ആണെങ്കിലും ഗേൾസ് ആണെങ്കിലും സൂപ്പർ പെർഫോം. താങ്ക് യു.